ഉത്തർപ്രദേശിലെ പുരാതന നഗരമായ കാശിയുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഗംഗാതീരത്ത് മനോഹരമായ ഒരു പഴയ മാളികയുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിച്ചിരുന്നത് നീലകണ്ഠ സിംഗ് എന്ന കപ്പൽ ക്യാപ്റ്റനായിരുന്നു. നീലകണ്ഠൻ ജോലിയിൽ അങ്ങേയറ്റം ധീരനും പരുക്കനുമായിരുന്നുവെങ്കിലും തൻ്റെ അമ്മ കമലാദേവിയുടെ മുന്നിലെത്തിയാൽ അദ്ദേഹം ഇപ്പോഴും ആ പഴയ കൊച്ചുകുട്ടിയെപ്പോലെയായിരുന്നു. അമ്മയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം അതിരുകളില്ലാത്തതായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വിധി അമ്മയെ തളർത്തി. പക്ഷാഘാതം എന്ന അസുഖം ബാധിച്ച കമലാദേവിക്ക് എഴുന്നേൽക്കാനോ സംസാരിക്കാനോ കഴിയാതെയായി. ശരീരം തളർന്നെങ്കിലും അവരുടെ മനസ്സിനും കണ്ണുകൾക്കും എല്ലാം തിരിച്ചറിയാമായിരുന്നു. നീലകണ്ഠൻ്റെ ഭാര്യ രശ്മി അതീവ സുന്ദരിയും മറ്റുള്ളവരോട് വളരെ മൃദുവായി സംസാരിക്കുന്നവളുമായിരുന്നു. സാരിയുടുത്ത് സർവാഭരണ വിഭൂഷിതയായി നടക്കുന്ന അവൾ നാട്ടുകാരുടെ കണ്ണിൽ ഒരു മാതൃകാ മരുമകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തൻ്റെ അമ്മായിമ്മയെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നതിലും അവൾ എന്നും മുന്നിലായിരുന്നു. നാട്ടുകാർ എന്നും നീലകണ്ഠനോട് പറയുമായിരുന്നു, "നിനക്ക് ഭാഗ്യമുണ്ട്, ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയല്ലോ" എന്ന്. നീലകണ്ഠന് തൻ്റെ കപ്പൽ ജോലിയുടെ ഭാഗമായി 6 മാസത്തോളം കടൽ യാത്രക്കായി പോകേണ്ടി വന്നു. പോകുന്നതിനു മുൻപ് അദ്ദേഹം അമ്മയുടെ വിറയ്ക്കുന്ന കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, "അമ്മേ, ഒന്നിനും വിഷമിക്കരുത്. രശ്മി ഇവിടെയുണ്ട്. അവൾ നിങ്ങളെ സ്വന്തം മക്കളെ പോലെ നോക്കിക്കൊള്ളും." കമലാദേവിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ കണ്ണുകളിൽ ഭയവും ആശങ്കയും നിഴലിച്ചിരുന്നു. രശ്മി ഉടൻ തന്നെ അമ്മയുടെ പാദങ്ങളിൽ വീണ് അനുഗ്രഹം വാങ്ങി കരഞ്ഞുകൊണ്ട് നീലകണ്ഠനോട് പറഞ്ഞു, "നിങ്ങൾ ഒരു കാര്യവും ഓർത്ത് ഭയപ്പെടണ്ട. ഞാൻ അമ്മയെ എൻ്റെ സ്വന്തം അമ്മയേക്കാൾ നന്നായി പരിപാലിക്കും." ആ വാക്കുകളിൽ വിശ്വസിച്ച് നീലകണ്ഠൻ കപ്പൽ യാത്രക്കായി വീട് വിട്ടിറങ്ങി. യാത്ര പോയി ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. എന്നാൽ നീലകണ്ഠൻ പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും രശ്മിയുടെ മനോഭാവം മാറാൻ തുടങ്ങിയിരുന്നു. അമ്മായിമ്മയുടെ ശുശ്രൂഷ അവൾക്ക് ഒരു വലിയ ബാധ്യതയായി തോന്നി. "എൻ്റെ ജീവിതം മുഴുവൻ ഈ കിടപ്പിലായ കിഴവിയെ നോക്കി തീർക്കാൻ എനിക്ക് കഴിയില്ല" എന്ന് അവൾ ദേഷ്യത്തോടെ സ്വയം പറയാൻ തുടങ്ങി. ക്രമേണ അവൾ വീട്ടിലെ ജോലിക്കാരിയെ പിരിച്ചുവിട്ടു. അമ്മായിയമ്മയ്ക്ക് കൃത്യസമയത്ത് നൽകിയിരുന്ന മരുന്നുകളും ഭക്ഷണവും അവൾ നിർത്തി. ആ മുറി എപ്പോഴും അവൾ അടച്ചിടാൻ തുടങ്ങി. ഒരു രാത്രിയിൽ രശ്മി ചെയ്ത ക്രൂരത ആർക്കും ചിന്തിക്കാൻ പോലും ആകില്ലായിരുന്നു. വീടിൻ്റെ പിൻഭാഗത്തുള്ള പഴയ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന വെളിച്ചം കടക്കാത്ത ഒരു ഇരുട്ടുമുറിയിലേക്ക് കമലാദേവിയുടെ കിടക്ക അവൾ വലിച്ച് ഇഴച്ചു കൊണ്ടുപോയി. ജനലുകളില്ലാത്ത, വായു സഞ്ചാരമില്ലാത്ത ആ മുറിയിൽ ആരും അറിയാതെ അവരെ തടവിലാക്കി. നാട്ടുകാരോടും ബന്ധുക്കളോടും അവൾ കള്ളം പറഞ്ഞു. അമ്മയ്ക്ക് രോഗം കൂടുതലാണ്, അവർക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് അവരെ ആരും കാണണ്ട എന്ന്. യാഥാർത്ഥ്യത്തിൽ തൻ്റെ ആഡംബര ജീവിതത്തിന് തടസ്സമാകാതിരിക്കാൻ അവരെ ലോകത്തിന് നിന്നും ഒറ്റപ്പെടുത്തിയതായിരുന്നു അവൾ. നീലകണ്ഠൻ അയച്ചു കൊടുക്കുന്ന പണം മുഴുവൻ രശ്മി സ്വന്തം ആവശ്യങ്ങൾക്കായി ധൂർത്തടിച്ചു. വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങാനും പാർട്ടികളിൽ പങ്കെടുക്കാനും അവൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഓരോ ഞായറാഴ്ചയും കപ്പലിൽ നിന്ന് നീലകണ്ഠൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ രശ്മി തൻ്റെ കണ്ണിൽ ഗ്ലിസറിൻ ഒഴിച്ച് വ്യാജമായ കണ്ണീർ വരുത്തും. "അമ്മ വളരെ ക്ഷീണിതയാണ്, അവർ എപ്പോഴും ഉറങ്ങുകയാണ്" എന്ന് പറഞ്ഞ് അവൾ നീലകണ്ഠനെ വിശ്വസിപ്പിച്ചു. നീലകണ്ഠൻ കരുതി തൻ്റെ ഭാര്യ അമ്മയെ അത്രയധികം സ്നേഹത്തോടെ നോക്കുകയാണെന്ന്. എന്നാൽ അതേസമയം ആ ഇരുട്ടുമുറിയിൽ തൻ്റെ അമ്മ ദാഹിച്ചും വിശന്നും മരണം കാത്തു കിടക്കുകയായിരുന്നു. നീലകണ്ഠൻ്റെ കപ്പൽ യാത്ര നിശ്ചയിച്ചതിലും 2 ആഴ്ച മുൻപേ അവസാനിച്ചു. തൻ്റെ അമ്മയെയും ഭാര്യയെയും അത്ഭുതപ്പെടുത്താൻ അദ്ദേഹം ആരെയും അറിയിക്കാതെ വീട്ടിലെത്തി. ടാക്സിയിൽ നിന്നും ഇറങ്ങി സന്തോഷത്തോടെ തൻ്റെ വീടിൻ്റെ പടിക്കെട്ടുകൾ കയറിയ നീലകണ്ഠനെ വരവേറ്റത് വിചിത്രമായ ഒരു നിശബ്ദതയായിരുന്നു. അദ്ദേഹം അമ്മയെ ഉറക്കെ വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായിരുന്നില്ല. രശ്മിയും വീട്ടിലുണ്ടായിരുന്നില്ല. അമ്മയുടെ മുറിയിലേക്ക് ഓടിച്ചെന്ന നീലകണ്ഠൻ കണ്ടത് തൻ്റെ അമ്മയെ ആയിരുന്നില്ല. ആ പഴയ മെഡിക്കൽ ബെഡും മരുന്നുകളും മാറ്റി അവിടെ രശ്മിയുടെ ആഡംബര ഡ്രസ്സിംഗ് ടേബിളും വില കൂടിയ വസ്ത്രങ്ങളും നിറച്ചിരുന്നു. നീലകണ്ഠൻ്റെ മനസ്സിൽ ആദ്യമായി ഭയം തോന്നി. അദ്ദേഹം വീടിൻ്റെ എല്ലാ ഭാഗത്തും തിരഞ്ഞു. അടുക്കളയിലും സ്റ്റെയർകേസിന് താഴെയും എല്ലാം. അവിടെയും അമ്മയെ കണ്ടില്ല. പെട്ടെന്ന് വീടിൻ്റെ പിൻഭാഗത്തു നിന്നും വളരെ നേർത്ത ഒരു ചുമ അദ്ദേഹം കേട്ടു. ജീവനുണ്ടോ എന്നുപോലും സംശയിക്കാവുന്ന അത്രയും ദുർബലമായൊരു ശബ്ദം.
അദ്ദേഹം ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നപ്പോൾ കണ്ടത് പഴയ സ്റ്റോർ റൂമാണ്. അതിനു പുറത്ത് വലിയൊരു പൂട്ട് അദ്ദേഹം കണ്ടു. വാതിലിന് അടുത്തുനിന്നും അസഹനീയമായ ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു. പഴുത്ത മുറിവുകളുടെയും മരുന്നുകളുടെയും ഒരു സമ്മിശ്ര ഗന്ധം. അങ്ങേയറ്റം വിറയലോടെ അദ്ദേഹം ഒരു ഇരുമ്പ് ദണ്ഡ് ഉപയോഗിച്ച് ആ വാതിൽ തകർത്തു. വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതായിരുന്നു. നിലത്ത് അഴുക്കു പുരണ്ട ഒരു മെത്തയിൽ അസ്ഥികൂടം പോലെ മെലിഞ്ഞ ഒരു രൂപം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്നേഹനിധിയായ അമ്മ. വാതിൽ തുറന്ന് വെളിച്ചം ഉള്ളിലേക്ക് കടന്നപ്പോൾ കമലാദേവി പേടിച്ചു വിറച്ചു. അവർ തൻ്റെ കൈകൾ കൊണ്ട് മുഖം മറച്ച് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, "എന്നെ അടിക്കരുതേ, ഞാൻ ഇനി വെള്ളം ചോദിക്കില്ല, മിണ്ടാതെ കിടന്നോളാം." ഈ വാക്കുകൾ കേട്ടപ്പോൾ നീലകണ്ഠൻ്റെ ഹൃദയം പല കഷ്ണങ്ങളായി ചിതറിപ്പോയി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. "അമ്മേ, ഇത് ഞാനാണ്, നിങ്ങളുടെ നീലു" എന്ന് പറഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ചു. മകൻ്റെ ശബ്ദം ആ അമ്മ തിരിച്ചറിഞ്ഞപ്പോൾ കമലാദേവിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകി. മാസങ്ങളോളം പട്ടിണി കിടന്ന ആ അമ്മയ്ക്ക് എഴുന്നേൽക്കാൻ പോലും കരുത്തുണ്ടായിരുന്നില്ല. നീലകണ്ഠൻ ഉടൻ തന്നെ അമ്മയെ എടുത്ത് മാറ്റി തൻ്റെ മുറിയിലെ വൃത്തിയുള്ള കിടക്കയിൽ കിടത്തി വെള്ളം നൽകി. ഡോക്ടറെ വിളിച്ച് ചികിത്സ ആരംഭിച്ചു. ഏതാനും ദിവസങ്ങൾ കൂടി വൈകിയിരുന്നെങ്കിൽ അമ്മയെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അന്നേ ദിവസം രാത്രി 9 മണിയോടെ ഷോപ്പിംഗ് ബാഗുകളുമായി രശ്മി വീട്ടിലെത്തി. നീലകണ്ഠനെ കണ്ടപ്പോൾ അവൾ ആകെ പരിഭ്രാന്തിയായി. "അമ്മ എവിടെ?" എന്ന അദ്ദേഹത്തിൻ്റെ ശാന്തമായ ചോദ്യത്തിന് "അമ്മ മുറിയിൽ ഉറങ്ങുകയാണ്" എന്ന് അവൾ വീണ്ടും കള്ളം പറഞ്ഞു. നീലകണ്ഠൻ ഒന്നും മിണ്ടാതെ രശ്മിയുടെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് പഴയ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി. അവൾ വേദന കൊണ്ട് നിലവിളിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് കല്ലുപോലെ ഉറച്ചുപോയിരുന്നു. അദ്ദേഹം അവളെ ആ ഇരുട്ടുമുറിയിലേക്ക് തള്ളിയിട്ട് പറഞ്ഞു, "നീ എൻ്റെ അമ്മയോട് ചെയ്തത് ഇതിനേക്കാൾ വലുതാണ്. ഈ ഒരു രാത്രി നീ ഇവിടെ കഴിയണം. ഏകാന്തതയും ഭയവും എന്താണെന്ന് നീ അറിയണം." അദ്ദേഹം വാതിൽ പുറത്തുനിന്നും പൂട്ടി. അവൾ വാതിലിൽ അടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിലും നീലകണ്ഠൻ കേട്ടില്ല. തൻ്റെ അമ്മ അനുഭവിച്ച നരകം അവളും തിരിച്ചറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പിറ്റേന്ന് രാവിലെ നീലകണ്ഠൻ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് രശ്മിയെ അറസ്റ്റ് ചെയ്തു. ആ ഇരുട്ടുമുറിയുടെയും അമ്മയുടെ അവസ്ഥയുടെയും എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചു. ഒരു മാതൃകാ മരുമകൾ എന്ന് എല്ലാവരും കരുതിയിരുന്നവൾ എത്ര ക്രൂരയാണെന്നറിഞ്ഞപ്പോൾ നാട്ടുകാർ ഞെട്ടിപ്പോയി. രശ്മിക്ക് കോടതി കഠിന ശിക്ഷ വിധിച്ചു. അവൾ ജയിലിലേക്ക് കൊണ്ടുപോകപ്പെടുമ്പോൾ നീലകണ്ഠൻ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല. അദ്ദേഹത്തിന് വേണ്ടി ആ ബന്ധം എന്നേക്കുമായി അവസാനിച്ചിരുന്നു. അമ്മയുടെ ചികിത്സയ്ക്കായി നീലകണ്ഠൻ തൻ്റെ പഴയ മാളിക വിറ്റു. ആ വീട്ടിൽ അമ്മ അനുഭവിച്ച വേദനകളുടെ ഓർമ്മകൾ ഉള്ളതുകൊണ്ട് അവിടെ തുടരാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം അമ്മയുമായി നഗരത്തിലേക്ക് ശാന്തമായൊരു കൊച്ചു വീട്ടിലേക്ക് താമസം മാറി. അവിടെ വെളിച്ചവും വായുസഞ്ചാരവും സ്നേഹവും നിറഞ്ഞിരുന്നു. ക്രമേണ അമ്മയുടെ ആരോഗ്യവും മെച്ചപ്പെട്ടു. അമ്മയും മകനും വൈകുന്നേരങ്ങളിൽ ടെറസിൽ ഇരുന്ന് അസ്തമയം കാണുന്നത് പതിവായി. ഒരിക്കൽ അമ്മ പറഞ്ഞു, "ദൈവം നിന്നെ കൃത്യസമയത്ത് എത്തിച്ചു, അല്ലെങ്കിൽ എനിക്ക് നിന്നെ അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിയില്ലായിരുന്നു." നീലകണ്ഠൻ അമ്മയുടെ വിറയ്ക്കുന്ന കൈകൾ മുറുകെ പിടിച്ചു പറഞ്ഞു, "ഇനി ഞാൻ എങ്ങും പോകില്ല അമ്മേ. ഈ ലോകത്ത് എനിക്ക് നിങ്ങളെക്കാൾ വലിയതായി മറ്റൊന്നും തന്നെയില്ല. തിന്മ എത്ര ഒളിച്ചു വെച്ചാലും ഒരു ദിവസം സത്യം പുറത്തു വരുമെന്നും മാതാപിതാക്കളെ സേവിക്കേണ്ടത് പ്രകടനം കൊണ്ടല്ല മറിച്ച് ഹൃദയം കൊണ്ടാണെന്നും ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നു. ദുർമന്ത്രവാദിയേക്കാൾ ഭയാനകമാണ് മനുഷ്യരിലെ ക്രൂരതയെന്നും എന്നാൽ സ്നേഹത്തിന് എല്ലാ മുറിവുകളെയും ഉണക്കാൻ കഴിയുമെന്നും നീലകണ്ഠൻ്റെയും കമലാദേവിയുടെയും ജീവിതം ലോകത്തെ പഠിപ്പിച്ചു.